മലപ്പുറം തിരൂർ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിൽ നിന്നും ശിവദാസ് കന്മനം ചേരുകയാണ്. ശിവദാസ് ക്ഷേത്രത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ ഭക്തജന തിരക്ക് തന്നെയാണോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? മറ്റു വിവരങ്ങളും KP ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിലാണ്. നിരവധി ഭക്തരാണ് രാവിലെ മുതൽ തന്നെ ഈ ശിവരാത്രി ദിവസം ഈ ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ ക്ഷേത്രത്തിൽ ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായ പരിപാടികളുണ്ട്, സ്റ്റേജ് പരിപാടികളടക്കം ഉണ്ട്. ഇന്ന് രാത്രിയും അത്തരത്തിൽ തന്നെ നിരവധി പരിപാടികൾ എല്ലാം തന്നെയുണ്ട്. കാരണം ശിവരാത്രി എന്ന് പറയുന്നത് നിരവധി ഐതിഹ്യങ്ങളുടെ ഒരു ദിനം കൂടിയാണ്. പ്രത്യേകിച്ച് ശിവനുമായി ബന്ധപ്പെട്ട് നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ശിവഭക്തർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. രാവിലെ മുതൽ തന്നെ അതുകൊണ്ട് നിരവധി ശിവഭക്തർ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നു. ജില്ലയിലെ എല്ലാ ക്ഷേത്രങ്ങളും ഇത്തരത്തിൽ നിരവധി പ്രത്യേക പൂജകളും അതോടൊപ്പം തന്നെ പ്രത്യേക ചടങ്ങുകളും എല്ലാം തന്നെ ഉണ്ട്. ഇതോടൊപ്പം തന്നെ നമുക്കറിയാം നിരവധി ഐതിഹ്യങ്ങൾ കൂടി നിലനിൽക്കുന്ന ഒരു ദിനമാണ്. പാലാഴി മഥനവുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു ഐതിഹ്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശിവൻ പാർവതി വിവാഹം കഴിച്ച ഒരു ദിവസമാണ് ഈ ദിവസം എന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ നിരവധി ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു. ഇത്രയും ഈ ഒരു വർഷത്തിൽ മറ്റുള്ള എല്ലാ ദിവസവും ശിവൻ ഭക്തർക്ക് വേണ്ടി ഉറക്കമൊഴിച്ച് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. പിന്നീട് ഈ ഒരു ദിവസം ശിവൻ ഉറങ്ങുന്ന ഒരു ദിവസമാണ്. ഈ ദിവസങ്ങളിൽ രാത്രി ഭക്തരെല്ലാം തന്നെ ഉറക്കമൊഴിച്ച് ശിവന് വേണ്ടി കാവലിരിക്കുന്നു എന്ന ഒരു ഐതിഹ്യമുണ്ട്. ഇത്തരത്തിൽ നിരവധി ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും എല്ലാം തന്നെ കൂടിച്ചേർന്നുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ശിവരാത്രി ദിവസം. അങ്ങനെ ശിവഭക്തർക്കെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. വ്യത്യസ്തമായ പൂജകൾ ഇതോടനുബന്ധിച്ച് മാത്രം തന്നെ ഈ ക്ഷേത്രങ്ങളിൽ നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ഭക്തർ ശിവ പഞ്ചാക്ഷരി മന്ത്രമെല്ലാം തന്നെ ചൊല്ലി ഭജനയും ചൊല്ലി എല്ലാ ക്ഷേത്രങ്ങളുടെയും മുൻപിൽ ഉണ്ട്. ഈ ഒരു ദിവസം മുഴുവൻ ഈ ക്ഷേത്രങ്ങളിൽ അവർ അങ്ങനെ മന്ത്രങ്ങളും ഭജനയും എല്ലാം ചൊല്ലി ഈ ക്ഷേത്രങ്ങളിൽ ഇരിക്കും. അത് വലിയൊരു പുണ്യമായിട്ടാണ് ഭക്തർ കരുതുന്നത്. ഇതിനുവേണ്ടി പ്രത്യേകം വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. വ്യത്യസ്ത രീതിയിൽ തന്നെ വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തരുണ്ട്. അതായത് പൂർണ്ണ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്, ഒരിക്കൽ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. എന്താണ് ഈ ശിവരാത്രിയുടെ ഒരു പ്രത്യേകതയൊക്കെ എങ്ങനെ? പ്രത്യേകത വെച്ചാൽ ശിവൻ കാളകൂട വിഷം കഴിച്ചപ്പോൾ പാർവതി ഉറങ്ങാതെ കാത്തിരുന്നു, അത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെയാണ് എൻ്റെ ഒരു അറിവ്. കറക്റ്റായിട്ട് അറിയില്ല. അമ്പലത്തിലെ ചടങ്ങുകളും പരിപാടികളൊക്കെ എങ്ങനെ? രാവിലെ 4 മണിക്ക് പള്ളി ഉണർത്തൽ തുടങ്ങിയിട്ട് പിന്നെ ഓരോ പൂജകളും കഴിഞ്ഞ് പിന്നെ ശിവേലി ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇന്നത്തെ ശിവേലി നമ്മുടെ പ്രദക്ഷിണ വഴി സമർപ്പണമായിരുന്നു. അപ്പോൾ അതിന് നിറയെ ഭക്തജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഇന്നത്തെ വിശേഷം അതാണ്, പ്രദക്ഷിണ സമർപ്പണം. ഇന്ന് അല്ലാണ്ട് പിന്നെ പരിപാടികളൊക്കെ ആയിട്ടോട്ട് എല്ലാം തെറ്റുണ്ട്. ചതുർശതയം അതിൻ്റെ നൈവേദ്യം കൂടിയുണ്ട്. എല്ലാ ശിവരാത്രിക്കും അതുണ്ട് നൈവേദ്യം. 1000 കൂടെ അഭിഷേകം വൈകിട്ട് 7 മണിക്ക്. അങ്ങനെ ക്ഷേത്രത്തിൽ ശിവേലിയും വ്യത്യസ്തമായ പരിപാടികൾ അങ്ങനെ ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല എല്ലാ ശിവക്ഷേത്രത്തിലും ഇന്ന് പ്രത്യേക ചടങ്ങുകളും പ്രത്യേക പൂജകളും ഉണ്ട്. നമുക്കറിയാം ഇവിടെ കാണുന്നുണ്ട് നിരവധി ഭക്തർ രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഓം നമഃശിവായ ഭജന ചൊല്ലി അവർ ഈ ക്ഷേത്രത്തിൽ തന്നെ ഉണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നിരവധി ഭക്തർ ക്ഷേത്രത്തിലുണ്ട്. ഇപ്പോഴും ക്ഷേത്രത്തിലേക്ക് ഭക്തർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ശിവക്ഷേത്രത്തിലും ഉള്ള സമാനമായ സ്ഥിതി തന്നെയാണ്. പ്രത്യേകമായി അലങ്കരിച്ചിട്ടുണ്ട്, പൂക്കളെല്ലാം വെച്ച് കുരുത്തോലയെല്ലാം വെച്ച് പ്രത്യേകമായി അലങ്കരിച്ചിട്ടുണ്ട്. പ്രത്യേകമായ പൂജകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. പ്രത്യേകമായ ഒരു പുണ്യദിനം കൂടിയാണ് ഇന്ന്. ശിവനെ സംബന്ധിച്ച് ശിവരാത്രി എന്ന് പറയുന്നത് ശിവഭക്തർക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രത്യേക വിശേഷ ദിവസം തന്നെയാണ്. KP